മൂത്ത മരുമകൻ അമ്മായിമ്മയോട് ഒരു തരത്തിൽ ഒന്ന് പറഞ്ഞു, ഇളയ മരുമകൻ പറഞ്ഞത് വേറെ തരത്തിൽ. രണ്ടുപേരും കൂടി ഈ വീട്ടിൽ ട്വിസ്റ്റ് ഉണ്ടാക്കുമെന്നാണ് അമ്മായിമ്മ പറഞ്ഞത്. എന്തായാലും അംബികയുടെ മേലിലേക്ക് നമുക്കൊന്ന് കിടക്കാം. മാഡം, എൻ്റെ പേര് അംബിക, യഥാർത്ഥ പേരല്ല. ഞാൻ ഇപ്പോൾ 50 വയസ്സിലേക്ക് കടക്കുന്നു. എനിക്ക് 2 പെൺമക്കളാണ്. 2 പേരുടെയും പഠനം കഴിഞ്ഞിട്ട് മൂത്ത പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷമായി. എൻ്റെ ഹസ്ബൻഡ് ആന്ധ്രാപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും മാത്രമേ വരികയുള്ളൂ. ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലുള്ള ദാമ്പത്യമൊന്നുമല്ല, എന്നാലും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഒരടുപ്പമില്ലാത്ത ദമ്പതികളാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവിനെ ഉൾക്കൊള്ളാനൊന്നും എനിക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ല. ആ കഥ പിന്നെ സാധാരണ കഥയായതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ മൂത്ത മകളുടെ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഹസ്ബൻഡിന് ഇവിടെ വന്നു നിൽക്കാൻ അത്ര ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ചെക്കനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരാൺതുണയാകുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ആൺതുണ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആർക്കാ ഉദ്ദേശിക്കുന്നത്, മകൾക്കാണോ എനിക്കാണോ എന്ന്? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആർക്കായാലും എനിക്കൊന്നുമില്ലെന്ന്. അത്രയ്ക്ക് നിഷേധിയാണ് എൻ്റെ ഹസ്ബൻഡ്. എന്തായാലും വീടിന് ഒരു കാവൽക്കാരനായിട്ടാണ് എൻ്റെ മകളെ കൊണ്ട് വീടിനടുത്തുള്ളൊരു പയ്യനെ കണ്ടെത്തിയത്. അടുത്തെന്ന് പറയുമ്പോഴേക്കും ഏകദേശം 5 കിലോമീറ്ററേ ഉള്ളൂ. ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പയ്യൻ്റെ അമ്മയെ എനിക്കറിയാവുന്ന ആളാണ്. പിന്നെ എൻ്റെ മകൾക്കും ആ ബന്ധം ഒത്തിരി ഇഷ്ടപ്പെട്ടു. മകൾക്കിപ്പോൾ ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലിയുണ്ട്. അവന് സ്ഥിരമായുള്ളൊരു ജോലിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ ഒരു പ്രയാസവുമില്ല. സമ്പത്തൊന്നും ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് അവളുടെ കല്യാണം 1.5 മാസത്തിനുള്ളിൽ നടന്നു. നല്ല സ്വഭാവമുള്ളൊരു പയ്യൻ. എന്നെ വലിയ കാര്യമാണ് അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി വാത്സല്യം തോന്നും. എന്തായാലും ആൺകുട്ടികൾ എനിക്കില്ല, അതുകൊണ്ട് മകനായി തന്നെ കരുതാം എന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡ് കല്യാണത്തിന് വന്നിട്ട് 20 ദിവസം അവിടെ നിന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. എൻ്റെ ഭർത്താവിന് അവിടെ വേറെ കുടുംബമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാറില്ല, അല്ലെങ്കിൽ താല്പര്യം കാണിക്കാറില്ല. അത് എനിക്ക് ഏകദേശം മനസ്സിലായ കാര്യമാണ്. പക്ഷേ അത് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി കുടുംബത്തിലും നാട്ടുകാർക്കിടയിൽ നാണക്കേടുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. പണമൊക്കെ കറക്റ്റായിട്ട് അയച്ചു തരും. പെൺമക്കളോടും വലിയ കാര്യമാണ്. അവർക്ക് അറിയാമെങ്കിൽ പോലും അവർക്ക് കംപ്ലൈൻ്റ് ഇല്ല. അങ്ങനെ ഒരു ജീവിതമാണ് എൻ്റേത്. മരുമകൻ വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും യഥാർത്ഥം മറച്ചു വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജീവിതകഥകൾ അവനോട് പറഞ്ഞു. മകൾ അടുത്തില്ലാത്തപ്പോൾ, മോനെ ഇങ്ങനെയാണ് കഥ. അവൻ പറഞ്ഞു, സാരമില്ലമ്മേ, ഓരോ മനുഷ്യർക്കും ഓരോ കഥകൾ പറയാൻ കാണും. അമ്മ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും അമ്മയും കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, എനിക്കാണെങ്കിൽ ടൗണിലൊക്കെ പോകുന്നൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ തനിയെ പോകുന്നുണ്ടല്ലോ. അല്ലമ്മേ, നമുക്ക് ദീർഘദൂര യാത്രകളൊക്കെ പോകണമെന്ന്. ഓ, അതൊക്കെ നിങ്ങൾ പോയാൽ മതി, നിങ്ങളല്ലേ ചെറിയ പിള്ളേർ. അപ്പോൾ അവൻ പറഞ്ഞു, ഓ അമ്മ എന്തിനാണ് വെറുതെ ഞാൻ പറഞ്ഞതിന് എതിര് പറയുന്നത്? ശരി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോകുന്നിടത്ത് അമ്മയെ വിളിക്കുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് എനിക്കും കൂടെ ടൂർ പോകാമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അതെങ്ങനെയാടാ നീ ഞാനും കൂടെ ടൂർ പോകുന്നത്? ഞാൻ നിൻ്റെ അമ്മായിയമ്മയല്ലേ. അതെന്താ അമ്മമാരെയും കൊണ്ടൊക്കെ ടൂർ പോലെ എന്തിനും കുഴപ്പമുണ്ടോ? ഇത് നമ്മുടെ വൈബ്. നിങ്ങൾ ചെറുപ്പക്കാരല്ലേടാ, നിങ്ങളുടെ വൈബിൽ എങ്ങനെ ഞാൻ വരുന്നത്? അമ്മയുടെ വൈബ് കണ്ടാൽ ശരിക്കും അമ്മ ഒരു ചെറുപ്പക്കാരിയാണെന്ന് തോന്നും. പിന്നെ അമ്മയുടെ കുറേ നല്ല ഗുണങ്ങൾ അമ്മയുടെ മോൾക്ക് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് കുറഞ്ഞ കാലയളവ് കൊണ്ട് മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ മരുമകൻ എന്നോട് ഭയങ്കര താല്പര്യമാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അനിയത്തിയുടെ കല്യാണം നമുക്ക് നടത്തിയാലോ? എടാ, അവൾക്ക് കല്യാണപ്രായമൊക്കെ ആയി. ഇവളേക്കാൾ 1.5 വയസ്സിനുള്ളതല്ലേ ഉള്ളൂ. അന്നത്തെ കാലത്ത് എന്ത് ചെയ്യാനാ, പെട്ടെന്ന് 2 കുട്ടികളുണ്ടായി. അത് കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ കാര്യം കട്ടപ്പോകെന്ന് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. എങ്കിലും 2 കുട്ടികൾ അടുപ്പിച്ചുണ്ടായല്ലോ അമ്മേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഒന്ന് നോക്കി. നീ എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല, നോർമലായിട്ടുണ്ടായല്ലോ എന്ന് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. അമ്മേ, ഞങ്ങളുടെ വളരെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യൻ, അവനും സ്ഥിരം ജോലിയുള്ളവനാണ്. അവനൊരു പെണ്ണിനെ നോക്കുന്നുണ്ട്. കണ്ടാൽ നല്ല സുന്ദരനാണ്. ദേ അമ്മ ഫോട്ടോ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, നല്ല സൗന്ദര്യമുള്ളൊരു പയ്യൻ. അമ്മേ, അനിയത്തിയോട് ഒന്ന് ചോദിച്ചു നോക്കൂ, ഈ പയ്യനെ ഇഷ്ടപ്പെട്ടോന്ന്. എങ്കിൽ അവളുടെ കല്യാണം നടത്താം. എടാ, അവിടെ പഠിത്തം കഴിഞ്ഞല്ലേ ഉള്ളൂ, ജോലിയൊന്നുമില്ലല്ലോ. അത് സാരമില്ല, ജോലിയൊക്കെ കല്യാണം കഴിഞ്ഞോ ആകാമല്ലോ. അവനതിനൊക്കെ സമ്മതിക്കുന്ന കൂട്ടത്തിൽ വേണം, ഒരു പ്രശ്നവുമില്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, അച്ഛനെ ഈ ഫോട്ടോ ഒന്ന് അയച്ച് കാണിച്ച് അനുവാദം ചോദിര്. അത് കഴിഞ്ഞ ശേഷം അനിയത്തിയോടും പറയാൻ പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അച്ഛന് നന്നായി ഇഷ്ടപ്പെട്ടു, ഒരു പ്രശ്നവുമില്ല. അവളുടെ കല്യാണം നമുക്ക് എത്ര പെട്ടെന്ന് നടത്താമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഇളയ മകളോട് പറയുമ്പോൾ അവൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം ഇത്തിരി മരം കയറിയ ടൈപ്പാണ്. ആരോടും തർക്കുത്തരം പറയും. വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം. ഇനി പ്രേമം വല്ലതുകൊണ്ടോ
ഒന്നും അറിയില്ല. എന്തായാലും ചെക്കൻ്റെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഭാവം അങ്ങ് മാറി. ആ, കുഴപ്പമില്ലല്ലോ, നല്ല പയ്യനാണല്ലോ, പെണ്ണ് കാണാൻ വരാൻ പറയാമേ എന്ന് പറഞ്ഞു. ആ, നോക്കട്ടെ എന്ന് വെച്ചാണ് ആ പയ്യൻ വന്നത്. മകള് കെട്ടിയൊരുങ്ങിപ്പോയി നിന്നു. രണ്ടുപേരും കൂടി അരമണിക്കൂർ സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് മകള് പറഞ്ഞു, ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെക്കനാണെങ്കിൽ ഇവളെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ കല്യാണവും 2 മാസം കഴിഞ്ഞപ്പോഴേക്കും നടന്നു. അവളുടെ അച്ഛന് ഇതൊക്കെ നടത്തി കൊടുക്കാനൊരു പ്രയാസവുമില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ 2 ആൺമക്കൾ വന്നതുപോലെയായി. പിന്നെ മൂത്തവൻ ഇത്തിരി ബിസിയാണ്, ഇളയവൻ കുറച്ച് റിലാക്സ് ആയിട്ട് ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇടയ്ക്കൊക്കെ അവന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറ്റും. പിന്നെ അവൻ്റെ കമ്പനിയിൽ തന്നെ അവൻ എൻ്റെ മകൾക്കും ജോലി വാങ്ങിച്ചു കൊടുത്തു. അതോടുകൂടി അവരുടെ കാര്യം സെറ്റ്. പക്ഷേ അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഇളയ മരുമകനാണ് വരാൻ പറ്റുക. പിന്നെ ഇളയ മരുമകന് അമ്മയുമില്ല, അതുകൊണ്ട് എന്നോട് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. അത് കാണുമ്പോഴേക്കും മൂത്തവൻ അസൂയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, എടാ അമ്മ എൻ്റെ അമ്മയാണ് ആദ്യം, നീ അമ്മയെ വെറുതെ സ്വന്തമാക്കാമെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ പറയും. ഇളയ മരുമകന് ഒരു പ്രത്യേകതരം വട്ടുണ്ട്. അവൻ ഈ സുഗന്ധങ്ങളൊക്കെ ഇല്ലേ, അതിനോടൊക്കെ ഒത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ്. എവിടെ പോയാലും എല്ലാവർക്കും വേണ്ടിയിട്ട് സുഗന്ധങ്ങൾ വാങ്ങിച്ചോണ്ട് വരും. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെൻറ്റിൻ്റെയും അത്തറിൻ്റെയും ഒക്കെ പരസ്യം കാണില്ലേ, അതിൽ നിന്നെല്ലാം വരുത്തി നോക്കും. അങ്ങനൊരു ടൈപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല സുഗന്ധങ്ങൾ എനിക്ക് കൊണ്ടുതരും. ഇളയവൻ കാർ അങ്ങനെ ഓടിക്കാറില്ല, മൂത്തവൻ കാറിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇളയവന് വലിയൊരു ബുള്ളറ്റുണ്ട്, അതിലാണ് മിക്കവാറും കറക്കം. എന്നോട് പറയും, അമ്മ കയറിയിരിക്കും. ഞാൻ പറയടാ, എനിക്ക് പേടിയാണ്, പണ്ടങ്ങാണ്ട് ബുള്ളറ്റ് കയറിയാണ്. എനിക്ക് 2 വീലർ ഇരിക്കുമ്പോഴില്ലേ ഒരാശ്രയമില്ലാതിരിക്കുമ്പോൾ വല്ലാത്ത പേടിയാണ്. അമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മയെ സുരക്ഷിതമായിട്ട് ഞാൻ എവിടെയും കൊണ്ടുവരും, അമ്മ കയറിയിരിക്കെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവിടേക്ക് ഒന്ന് ആദ്യം ഓടിച്ചു. അങ്ങനെ എൻ്റെ പേടി മാറി. അതുകൊണ്ട് ഇളയ മരുമകനെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. കാര്യം അവന് പെട്ടെന്ന് വരാൻ പറ്റും. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവൻ കൊണ്ടുവിട്ടോളും, ഒരു പ്രശ്നമില്ല. മൂത്തവൻ ബിസിയാണല്ലോ. അത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അസൂയ ഉണ്ടാക്കും. അമ്മയ്ക്ക് എന്താ എന്നെ വിളിച്ചാൽ ഞാൻ പറയടാ, നീ വലിയ ബിസിയല്ലേ, നിന്നെ ഞാൻ എങ്ങനെ വിളിക്കുന്നേ, നിനക്ക് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. ഇവന് പക്ഷേ കറങ്ങി നടക്കാൻ പറ്റും, ഫീൽഡ് വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നല്ലേ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും. പിന്നെ പാചകം, അത് എന്നെ വെല്ലാൻ ആരുമില്ല. അവർ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ പെൺമക്കളുടെ ഇഷ്ടം ഇവർ 2 പേരും വന്ന പിന്നെ ഞാൻ നോക്കാറേയില്ല. അവന്മാർക്ക് 2 പേർക്കും എന്തിഷ്ടമാണോ അതാണ് ഞാൻ ഉണ്ടാക്കുക. അതിന് 2 പെൺമക്കളും എൻ്റെ കുറ്റം പറയും. അമ്മയാണെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ വന്ന പിന്നെ എല്ലാം അങ്ങ് മറന്നു. മരുമക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങ് പരിപാലനമാണ്, ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഇത്രയും വയസ്സ് വരെയൊക്കെ നിങ്ങളെ നന്നായിട്ട് ശ്രദ്ധിച്ചല്ലോ, ഇനി എൻ്റെ മക്കളെ ഞാൻ ശ്രദ്ധിക്കട്ടെ എന്ന് പറയും. എന്തായാലും അവർക്കും അതിൽ പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം ഞാനും ഇളയ മരുമകനും പിന്നെ മകളും എല്ലാം കൂടി കാറിൽ ടൗണിൽ വരെ പോയി. അവർക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കാർ എടുത്തത്. അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ പ്രത്യേകതരം അടിയുടുപ്പുകളില്ലേ, അതൊക്കെ വിൽക്കുന്നൊരു കടയിൽ കയറി. എനിക്ക് കയറാൻ ചമ്മലായിരുന്നു. കയറിയ ഉടനെ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, അമ്മേ, അമ്മയ്ക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ, ഇത്തിരി കൂടുതൽ വാങ്ങിച്ചാലും പ്രശ്നമൊന്നുമില്ല, ഇത് നല്ല ബ്രാൻഡാണ്, ഒട്ടും അലർജി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചമ്മലുണ്ടായിരുന്നെങ്കിലും ഞാനൊരു സെഷനിലേക്ക് പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഉടനെ തന്നെ മകൾ അവനെ വിളിച്ചുകൊണ്ട് ആണുങ്ങളുടെ സെഷനിലേക്ക് പോയി. എല്ലാം ഒരു മുറിക്കകത്ത് തന്നെയാണല്ലോ. അവിടെ പോയിട്ട് 2 പേരും കൂടെ തർക്കം. അവനാണെങ്കിൽ പ്ലെയിൻ കളറുള്ള മതി, ഇവളപ്പം ഇങ്ങനെ തുറന്നെടുത്ത് കാണിച്ച് പറയണം, ഈ കളറുള്ളത് കുത്തും പുള്ളിയൊക്കെ ഉള്ള എടുക്കുക, അതാണ് നല്ലതെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എടി ഇത് പെണ്ണുങ്ങൾക്കല്ലേ നല്ലതെന്ന്. അല്ലല്ല, ആണുങ്ങൾക്കും നല്ലതാണ് എന്ന് പറഞ്ഞ് ഡിസൈനുള്ളത് 3-4 എടുപ്പിച്ചു. അവനത് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു, എങ്കിലും അവൾക്ക് നിർബന്ധം. ആഹാ, എൻ്റെ മകൾക്ക് ഇപ്പം നല്ല പൂതിയാണല്ലോ ഭർത്താവിനെ വർണ്ണ കളറുള്ളത് ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. ശോ, ഓരോ പെണ്ണുങ്ങളുടെ ഓരോ സ്വഭാവമേ. എൻ്റെ ഭർത്താവ് എന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല, ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല. എന്തൊരു വിരസമായ ജീവിതമാണ് ഞാൻ ജീവിച്ചു തീർത്തത്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരങ്ങനെയല്ല, ഭയങ്കര ഫോർവേഡാണ്. അവൻ പോയിട്ട് അവൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അവൾ ശരിക്കും ഭർത്താവിൻ്റെ ഇഷ്ടമാണ് നോക്കുന്നത്. അവൻ ഇഷ്ടമുള്ളത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് അതിനാണ് എടുക്കുന്നത്. അതാണൊരു സ്ത്രീ ചെയ്യേണ്ടതും. കാര്യം സ്വന്തം പാർട്ട്ണർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ എടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തൊരു പൊരുത്തമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ടാണ് മക്കളുടെ കൂടെ പോയിട്ട് ഇങ്ങനൊരു ഷോപ്പിൽ കയറുന്നത്. ഞാൻ പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കൂടി മിന്നി മാഞ്ഞ് ആലോചിച്ച് കൂട്ടി. എന്തായാലും എനിക്ക് വേണ്ടത് ഞാൻ വാങ്ങിച്ചിരുന്നു. ഉടനെ തന്നെ മകൾ വന്നിട്ട് അത് കൂടുതൽ നിന്നെടുത്ത് നോക്കി, ആഹാ അമ്മ ഈ ഓൾഡ് സ്റ്റൈലാണോ മേടിച്ചത് എന്ന് ചോദിച്ചു. മരുമകൻ ഇത്തിരി അകലെ നിൽപ്പുണ്ട്. ഞാൻ മകൾക്കൊരു നുള്ളു കൊടുത്തു. ചെക്കൻ കേൾക്കാണോ ഇതൊക്കെ പറഞ്ഞത്? ചേടാ, അതിനെന്താ, അമ്മ ഇത്തിരി പഴഞ്ചനൊന്നും ആകല്ലേ, ഇതൊക്കെയല്ലേ നല്ല സ്റ്റൈലുള്ളത്, ഇട്ടുകൊണ്ട് നടക്കട്ടെ. അല്ല, ഇതൊക്കെ ആരെ കാണിക്കാനാ? അപ്പോൾ
എൻ്റെ മകൾ എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ അച്ഛൻ വരുമ്പോൾ ഇതൊന്നും കാണുന്നില്ലേന്ന്. അത് കേട്ടപ്പോൾ എനിക്കൊന്നുകൂടി ചമ്മലായി. അത് മരുമകൻ കേട്ടോ എന്നൊരു സംശയം. എന്തായാലും മൂത്ത മരുമകനോട് പറഞ്ഞ കഥ ഇളയ മരുമകനോട് പറഞ്ഞു കാണും. കാര്യം അവർ രണ്ടുപേരും ബന്ധുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറയുന്ന ആൾക്കാരാണ് പണ്ടോട്ടെ. അപ്പോൾ പിന്നെ ഇതും പറഞ്ഞു കാണും. അപ്പോൾ എൻ്റെ ഭർത്താവും ഞാനും കൂടി അകൽച്ചയിലാണെന്നും എൻ്റെ ജീവിതം വിരസമാണെന്ന് ഇവനും അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും അതേപോലെ സംഭവിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും വേറെ പല സ്ഥലങ്ങളും കയറിയിരുന്നു. അപ്പോൾ എന്നോട് മരുമകൻ ചോദിച്ചു, അമ്മേ ശരിക്കും അച്ഛനും അമ്മയും തമ്മിൽ നല്ല അകൽച്ചയിലാണല്ലേ എന്ന് ചോദിച്ചു. ഈ വിഷയങ്ങളൊന്നും ഒരിക്കലും സംസാരിക്കാത്ത എൻ്റെ മകൾ അപ്പോൾ ചാടിക്കേറി പറഞ്ഞു, ചേട്ടാ ശരിക്കും എൻ്റെ അച്ഛനമ്മയോട് ഒരു താല്പര്യമില്ല. ഇത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അച്ഛന് അവിടെ വേറെന്തോ സെറ്റപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, അമ്മ ഇത്രയും സുന്ദരിയാണ്, എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ അകന്നു നിൽക്കുന്നത്? എൻ്റെ അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അനാവശ്യ വർത്തമാനങ്ങൾ പറയാതിരിക്കുക, അതും ഭർത്താവിനോട്. അമ്മേ ഉള്ള കാര്യമല്ലേ, ഇത്രയും കാലമായിട്ടും ഞാൻ അമ്മയോടൊന്നും ചോദിച്ചിട്ടില്ല, അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പം ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞതാണ്. എനിക്ക് നല്ല സംശയമുണ്ട്, അച്ഛൻ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളുണ്ടെന്ന് ഞാനും ചേച്ചിയും പരസ്പരം പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാണുമായിരിക്കാം. എന്തായാലും നിൻ്റെ അച്ഛന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, എന്നോട് താല്പര്യമില്ല, അതാണ് യഥാർത്ഥ കാര്യം. ഞാൻ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ, ഇനി ഇത് പറയാതിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വാൺ ചെയ്തു. എന്തായാലും മരുമകൻ കണ്ണാടിയിൽ കൂടി എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കണ്ടു. അറിയാഭാവം ഞാനും നടിച്ചു. എൻ്റെ ജീവിതകഥകൾ അവൻ്റെ ഉള്ളിൽ കൂടി പലതവണ കടന്നു പോയതുപോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ എന്നോട് സഹതാപമായിരിക്കാം. എന്തായാലും ഈ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മുഖം മ്ലാനമായിരുന്നു. മരുമകൻ എന്നോട് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അമ്മേ ജീവിതം ശരിയല്ലെങ്കിൽ എന്താ? അമ്മയ്ക്ക് സ്നേഹമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, ഭർത്താവിനെ വിട്ടുകളയമ്മേ. ആഹാ, ഭർത്താവിനെ വിട്ട് കളഞ്ഞിട്ട് ഞാൻ വേറെ കല്യാണം കഴിക്കണമെന്നാണോ നീ പറയുന്നത്? അതല്ലമ്മേ, അതിനകത്തെ പ്രശ്നങ്ങൾ വിട്ടുകളയാൻ. അതൊക്കെ ഞാൻ എന്നെ വിട്ടുകളഞ്ഞു മോനെ എന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അതിനിടയ്ക്കാണ് അവൻ്റെ കാല് വണ്ടിയിൽ നിന്ന് വീണ് ഒന്ന് ഫ്രാക്ചറായത്. 2 മാസം റെസ്റ്റ്. അവൻ്റെ വീട്ടിൽ അമ്മയില്ലല്ലോ, അതുകൊണ്ട് അവൻ്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാൻ. ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. പ്രശ്നമില്ല, ഇവിടെ വിശ്രമിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. അവനെ നോക്കിയിട്ട് അവൾക്ക് ജോലിക്ക് പോകാൻ പാടാണ്. ഇവിടെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അവൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ നേരാമണ്ണം അവന് എല്ലാം വെച്ചു കൊടുത്തു. ഇതിനിടയ്ക്ക് മൂത്ത മരുമകനും വരും. അവനും എൻ്റെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കും. ചില ദിവസങ്ങളിൽ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കുമ്പോൾ ഞാനും പോയി സംസാരിക്കും. മൂത്ത മരുമകൻ അടുക്കളയിൽ വന്ന് സഹായിക്കും. മൂത്ത മകൾ വരും. എല്ലാവരും കൂടി ഒരു ഉത്സവമേളം തന്നെ. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഉച്ച കഴിഞ്ഞാണേ. ആ സമയത്ത് ഊണ് കഴിച്ചിട്ട് അവൻ കിടന്നുറങ്ങും. അവൻ്റെ മുറിയിലേക്ക് ഞാൻ ഭക്ഷണമെല്ലാം കൊണ്ട് കൊടുക്കും. തിരിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടെല്ലാം എടുത്തുകൊണ്ട് വരികയും ചെയ്യും. ബാത്റൂമൊക്കെ അതിനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് അവൻ പോയിക്കോളും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ ഉച്ച കഴിഞ്ഞ് അവൻ്റെ റൂമിൻ്റെ അതുവഴി ഒന്ന് കടന്നുപോയി. ആ സമയത്ത് എന്തൊരു ശബ്ദം കേട്ടോ. വാതിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചേർത്തടച്ചിട്ടേ ഉള്ളൂ. ഇനിയും എന്തെങ്കിലും വയ്യാഴിക വന്നോ എന്നുള്ള രീതിയിൽ ഞാൻ ആ കതക് ജസ്റ്റ് ഒന്ന് തുറന്ന് അകത്തേക്ക് നോക്കിപ്പോയില്ലേ എൻ്റെ പൊന്നു മാഡം. ഞാനാകെ ഞെട്ടിപ്പോയി. ഒന്ന് മുരളുന്ന പോലോ കൂർക്ക വലിക്കുന്ന പോലോ എന്തോ ഒരു അസാധാരണമായ ശബ്ദമാണ് ഞാൻ കേട്ടത്. ഇവനെന്തെങ്കിലും പറ്റിയോ എന്നുള്ള രീതിയിലാണല്ലോ ഞാൻ തുറന്നു നോക്കുന്നത്. അപ്പോഴുണ്ട് മുന്നിലുള്ള ലാപ്ടോപ്പിൽ ഏതോ വീഡിയോ പ്ലേ ചെയ്തിട്ട് ചെക്കന് കാണിക്കുന്ന കുരുത്തക്കേട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിൻ്റെ ഉച്ചസ്ഥായിലാണ് ഞാൻ അങ്ങോട്ട് ചെന്നെന്ന് തോന്നി. എന്തായാലും അഗ്നിപർവ്വതം പൊട്ടിച്ചിതറുന്നതും എൻ്റെ മുഖം പ്രത്യക്ഷപ്പെടുന്നതും ഒരുപോലെയായിരുന്നു എന്ന് പറഞ്ഞ പോലെയായിരുന്നു കാര്യങ്ങൾ. ഞാനും ഞെട്ടി, അവനും ഞെട്ടി. ആകെ കൂടി പൂത്തിരി കത്തിച്ച് കുളമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ സിറ്റുവേഷൻ. ഞാൻ പെട്ടെന്ന് വാതിൽ ചേർത്തടച്ചിട്ടേക്ക് പോന്നു. മുൻപ് ആ വാതിൽ ചേർത്തടയ്ക്കാത്തത് എൻ്റെ തെറ്റ് തന്നെയാണ്. ഞാനാണല്ലോ അത് ചേർത്തടയ്ക്കാഞ്ഞത്. അല്ലെങ്കിൽ തന്നെ അവൻ ഞാനങ്ങോട്ട് ചെല്ലുമെന്ന് വിചാരിച്ചതുമല്ല. അല്ല, ഞാനെന്തിനാ അങ്ങോട്ട് ചെന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വേറെന്തോ ആവശ്യത്തിന് പോയതാണ്. ഈ ശബ്ദം കേട്ടാണ് ഞാൻ നോക്കിയത്. ഞാൻ അയടാന്നായിപ്പോയി. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി
അല്ല, എൻ്റെ മോള് ഭയങ്കര സ്നേഹമുള്ളവള്, അവള് എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ട്. ഈ സമയത്ത് പിന്നെ എന്തിന് ലാപ്ടോപ്പ് നോക്കി ഇവൻ ഈ കുരുത്തക്കേട് കാണിക്കണം? എനിക്കതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. ഒരു കൈ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മകൾ കൂടെയില്ലേ? അപ്പോൾ ഈ ആണുങ്ങളെപ്പറ്റി പറഞ്ഞത് കറക്റ്റാണോ? ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയിൽ മാത്രമല്ലേ താല്പര്യം? എല്ലാത്തരം വേലത്തരങ്ങളോടും ഇവർക്ക് ഇഷ്ടമാണോ? ചുമ്മാതല്ല, എൻ്റെ ഭർത്താവിനെ കുറ്റം പറയാൻ പറ്റില്ല, ആണുങ്ങളെല്ലാം കണക്കാണല്ലോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ അവൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് പിന്നീട് മടിയായി. ഭക്ഷണ സാധനങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് കൊണ്ടു കൊടുക്കുമെങ്കിലും മിണ്ടുന്നത് വളരെ കുറവാണ്. ഒന്നും രണ്ടും വാക്കിൽ ഒതുക്കി. എന്താ കാണുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. എന്തോ ഒരു ചമ്മൽ പോലെ അവനും ഉൾവലിയാൻ തുടങ്ങി. ആരും അറിയാത്ത കാര്യമാണ്. അങ്ങനെ 2-3 ആഴ്ച പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മരുമകൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇളയവൻ ഒട്ടും വരുന്നില്ല. അത് മൂത്തവന് മനസ്സിലായി. ഉടനെ എന്നോട് ചോദിച്ചു, എന്താമേ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വഴക്കോ മറ്റോ ഉണ്ടായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. പിന്നെന്താ അവൻ പഴയതുപോലെ സംസാരിക്കാത്തത്? അവനും അനിയത്തിയും കൂടെ വഴക്കുണ്ടായോ? അങ്ങനൊന്നും ഉണ്ടായില്ല. പിന്നെന്താമേ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിന്നോട് പറയില്ലേ? നിങ്ങൾ രണ്ടേരും കൂടെ അല്ലേ മനസാക്ഷി സൂക്ഷിപ്പുകാര്? നീ തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴാണ് മൂത്ത മരുമകൻ വന്ന് സംസാരിച്ചത്. ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു പോയി. ചോദിച്ചാൽ എന്തായാലും ഇളയ മരുമകൻ ഇത് പറയാൻ യാതൊരു സാധ്യതയില്ല. അവൻ ചമ്മിങ്ങി പോരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മരുമകൻ വന്നു. അമ്മേ, ഈ വിഷയം കൊണ്ടാണോ അമ്മ മിണ്ടാതിരിക്കുന്നത്? ഞാനൊന്നും അറിയാത്ത പോലെ. ഏത് വിഷയമാടാ? അല്ല, അമ്മ ഉച്ച കഴിഞ്ഞ് സാധാരണ റൂമിൻ്റെ അവിടേക്ക് ചെല്ലാത്താണ്. എന്നിട്ട് അവൻ്റെ അനുവാദമില്ലാതെ അമ്മ റൂം തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവൻ ലാപ്ടോപ്പിൽ നോക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയായിരുന്നു. അമ്മ അത് കണ്ടെന്നും പെട്ടെന്ന് ഞെട്ടി കഥക് വലിച്ചടച്ച് പോയിട്ട് ഇത്രയും നേരമായിട്ടും ഇത്രയും നാളായിട്ടും അമ്മ മിണ്ടിയിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. ആര് പറഞ്ഞു? അവനോട് അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. അത്യാവശ്യ കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയോ അമ്മേ? നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന പോലെ സംസാരിക്കണ്ടേ? അമ്മയ്ക്കെന്താ ഇത്ര ചമ്മൽ? ഒരു പുരുഷൻ്റെ കൂടെ ഇത്രയും നാൾ ജീവിച്ച അമ്മയാണ്. 2 മക്കളുമുണ്ട്. അമ്മയ്ക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ എന്ന് ചോദിച്ചു. എന്നാലും അവൻ എൻ്റെ മരുമകനല്ലേടാ. ഞങ്ങളുടെ സ്ഥാനം വെച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ മകനാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഞെട്ടത്തില്ലേ? അമ്മ ഞെട്ടി. അത് 1-2 ദിവസം പോരെ, അല്ലാതെ അതിൽ കൂടുതൽ അമ്മ ഞെട്ടേണ്ട കാര്യമൊന്നും ഇതിലില്ലല്ലോ. സ്വന്തം ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അമ്മ ഞെട്ടാത്തതാണ്. പിന്നെന്തിനാണ് അമ്മ ഇത് കണ്ടപ്പോൾ വലിയ കാര്യം കൊണ്ട് ഞെട്ടുന്നത്? അതൊക്കെ ശരിയാടാ. ആ കാഴ്ച കണ്ടതുകൊണ്ടല്ല ഞാൻ ഞെട്ടിയത്. അതുകൊണ്ട് ഞെട്ടി. പക്ഷേ അത് 10 മിനിറ്റേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആലോചിച്ചു, എന്തായാലും അവൻ്റെ ഭാര്യ കൂടെ ഉണ്ടല്ലോ. അവൾ ഏത് ഘട്ടത്തിലും അത്യാവശ്യം കൂട്ടുനിൽക്കും, സഹായിക്കും. പക്ഷേ എന്നിട്ടും അവൻ ലാപ്ടോപ്പ് നോക്കി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കാം? അല്ലെങ്കിൽ പുരുഷന്മാർ ഇങ്ങനെയാണോ? ഭാര്യ ഉണ്ടായാലും അവർ അടങ്ങി നിൽക്കില്ലേ? എനിക്കാകെ കൂടി സങ്കടമായി. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. എൻ്റെ മകളുടെ ഭാവി പോയതുപോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മരുമകൻ എൻ്റെ കയ്യിൽ പിടിച്ച് പൊട്ടിച്ചിരിച്ചു. അമ്മേ, അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പഴഞ്ച സ്റ്റൈലിൽ തന്നെ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മയ്ക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അമ്മ ഒരു പഴഞ്ചൻ മെൻറ്റാലിറ്റിയാണ്. അതേടാ, എനിക്ക് വയസ്സൊക്കെ ഇത്തിരി കൂടുതലല്ലേ, ഞാൻ പഴഞ്ചനാണ്, അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ മരുമകൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ആൺമക്കളില്ലാത്തതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്തതും. അത് ശരിയായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് മരുമകൻ കാര്യമായി പറഞ്ഞു. ഇനി പറഞ്ഞത് അമ്മ ശ്രദ്ധിച്ച് കേൾക്കണം. ആണുങ്ങൾക്ക് ഇതൊരു ശീലമാണ്. സ്ത്രീകൾ കൂടെ ഉണ്ട്, അവരുമായിട്ട് എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. അത് വേറെ രസം, ഇത് വേറെ രസം. ഇതൊരു ശീലമായി കഴിഞ്ഞാലല്ലേ അവർ സ്വയം ഇഷ്ടപ്പെടുന്ന സമയത്ത് സ്വയം ചില കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആഹ്ലാദം അവർ കല്യാണം കഴിച്ചതെന്നും പറഞ്ഞിട്ട് ഉപേക്ഷിക്കില്ല. അതിപ്പോൾ ഞാനാണെങ്കിലും ഉപേക്ഷിക്കില്ല. പക്ഷേ എൻ്റെ ഭാര്യ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും. പക്ഷേ എനിക്ക് തോന്നുന്നത് അവൾ അടുത്തൊന്നും അധികം ഇപ്പോൾ വയ്യാതിരിക്കല്ലേ. അതുകൊണ്ട് അവൾ ഓർത്ത് കാണും ഭർത്താവിനെ ശല്യപ്പെടുത്താൻ പോകണ്ട. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങളെ കുറിച്ചിട്ട് അവൾ ബോധവതിയല്ല. അവനാണെങ്കിൽ വെറുതെ ഇരിക്കല്ലേ. ആ സമയത്ത് എന്തോ അവൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കാട്ടിക്കൂട്ടിയതായിരിക്കാം. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് കല്യാണം കഴിഞ്ഞാലും ഭാര്യമാർ നല്ല സ്നേഹത്തോടുകൂടി നിന്നെന്ന് പറഞ്ഞാലും ആണുങ്ങൾ ഈ ശീലം തുടരുന്നാണോ? അപ്പോൾ മരുമകനോട് പറഞ്ഞു, എല്ലാ ആണുങ്ങളുടെയും കാര്യമൊന്നും എനിക്കറിയില്ല, എന്തായാലും എനിക്കങ്ങൊരു ശീലമുണ്ട്, അവനുമുണ്ട്.
അത് പക്ഷേ പാർട്ട്നേഴ്സ് അറിയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ. അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് വിചാരിക്കും അവരോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ് അങ്ങനെയൊക്കെയെന്ന്. യഥാർത്ഥത്തിൽ അമ്മേ ഇഷ്ടക്കേട് കൊണ്ടല്ല, രണ്ടിനും രണ്ട് രസമാണ്, അതുകൊണ്ടാണ് ശീലമായിപ്പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ ഇതിൽ വലിയ കുറ്റമോ തെറ്റോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ കുറേ അധികം വിശദീകരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ, ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ശീലമെന്ന്. എനിക്കറിയില്ലല്ലോ, എൻ്റെ കാലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് അറിയാമെങ്കിൽ പോലും സംസാരിക്കില്ല. അവൻ എന്നെ വിളിച്ച് ഇളയ മരുമകൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ പെൺമക്കളില്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ നെല്ലും ബദിരുമെല്ലാം എനിക്ക് മനസ്സിലായി. പഴഞ്ചൻ ബുദ്ധി ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. മോഡേൺ പിള്ളേരെ മനസ്സിലാക്കാൻ എനിക്ക് ഇത്തിരി പാടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. അന്നാണ് ഞങ്ങൾ കൂടുതൽ ഫ്രണ്ട്സ് ആയത്. സംസാരിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മൂത്ത മരുമകൻ സ്വന്തം ഭാര്യ അറിയാതെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കടക്കുന്നത്. അവർ തമ്മിൽ ഒത്തിരി ചർച്ചയൊന്നുമില്ല ഈ കാര്യത്തെപ്പറ്റി. പക്ഷേ ഇളയ മരുമകൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയല്ല. അവന് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ എൻ്റെ ഇളയ മകൾക്കും ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണത്രേ. അതുകൊണ്ട് അവളും അവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള സമയം കണ്ടെത്താറുണ്ട്. ഇവൻ കണ്ടെത്തുന്നതിൽ അവൾക്ക് പരാതിയൊന്നുമില്ല. അതാണ് കഥ. അത് കൊള്ളാം. ഓരോരുത്തരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെല്ലാം രഹസ്യങ്ങളാണല്ലേ. ഇതൊക്കെ കേട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് സ്തബ്ധയായെങ്കിലും പിന്നീട് ഞാൻ അവരുടെ വൈബ് പിടിച്ചു. അല്ലാതെ രക്ഷയില്ലല്ലോ, രണ്ടുപേരും എൻ്റെ കൂടെ ദീർഘകാലം ഉള്ളവരല്ലേ. പക്ഷേ ഈ സംഭവം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും മരുമക്കളുടെ സ്വഭാവം വല്ലാതെ മാറിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളുള്ളപ്പോൾ അവർ പഴയ രീതിയിൽ ആക്ട് ചെയ്യും. അവരില്ലാത്തപ്പോൾ രണ്ടുപേരും ഇനി തനിയാണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കും. ഓരോ കഥകൾ പറയും. അവരുടെ പഴയ പഴയ കഥകൾ എന്നോട് പറയും. എൻ്റെ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കും. ഞാൻ മൂത്ത മരുമകനെ ഒരു ദിവസം വഴക്ക് പറഞ്ഞു. അവന് യാതൊരു കൂസലുമില്ല, ചേർന്ന് നിൽക്കുകയാണ്. എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കറിയാം, ഇനി എന്താ മുന്നും പിന്നും നോക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ കൂടുതൽ ക്ലോസായി. വേണ്ട, പ്രശ്നങ്ങളാകും, നീ അകന്നു നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ അകന്നു നിൽക്കാൻ പറ്റില്ല, അമ്മ ഞങ്ങളിൽ ഒരാളായി മാറി എന്ന് പറഞ്ഞ് അവൻ അടുത്ത് വന്നപ്പോൾ എനിക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ഒരു ദിവസം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇളയ മരുമകൻ എൻ്റെ കാൽവിരലുകൾ എടുത്തു വെച്ച് ഞൊട്ടയിട്ട് വിട്ടു. വേണ്ടാന്ന് പറഞ്ഞതാണ്. അവൻ പറഞ്ഞു കാലിന് നല്ല റിലാക്സേഷൻ കിട്ടുമെന്ന്. പക്ഷേ അവൻ കാല് ഒന്ന് കുലുക്കിയിട്ട് അമ്മയുടെ കാല് നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് കേട്ട് മറ്റവൻ ചിരിച്ചു. രണ്ടുപേരും കൂടെ ചിരിക്കുന്ന കണ്ടിട്ട് എന്താടാ ഇത്ര ചിരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മരുമകൻ എന്നോട് പറഞ്ഞു, അമ്മ റിലാക്സ് ആയിട്ടിരിക്കെ, ഞങ്ങളുടെ ഗ്യാങ്ങിൽ അമ്മ ചേരൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നടന്നത് പുതുതായി ഒരു മസാജിങ് കേന്ദ്രം തുറന്നപ്പോഴുള്ള റഷ് പോലെയായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും കുസൃതികൾക്കിടയിൽപ്പെട്ട് ഞാൻ ആടിയുലഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവർ ആ ഒരു യാനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ എനിക്കും ഒരു ബോധവും പൊക്കണവും ഉണ്ടായില്ല. അവർ രണ്ടുപേരും അതിർത്തി കടന്ന് മൈതാനങ്ങളിലേക്ക് ഇറങ്ങി. മൈതാനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് മാഡം? അന്ന് തൊട്ട് തരം കിട്ടുമ്പോഴൊക്കെ അവർ സെപ്പറേറ്റായും ഒന്നിച്ചും എൻ്റെ അടുത്ത് വരും. ആ സമയത്തൊക്കെ എനിക്ക് ഒന്നും എതിര് പറയാൻ പറ്റുന്നില്ല. നോ എന്നുള്ള വാക്ക് എനിക്ക് വരുന്നേയില്ല. മിക്കവാറും ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടാണ് പാമ്പും ഗോണിയും കളിക്കുന്നത്. 2 പെൺമക്കൾക്കും ജോലിയുള്ളത് കൊണ്ട് അതിൻ്റെതായ സൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് മാഡം. പിന്നെ ചിലപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നിട്ട് എന്നെ സഹായിക്കാറുണ്ട്. ഒത്തിരി അങ്ങനെ പോകുന്നൊരു ബന്ധമാണ്. എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ എങ്ങനെയാകുമെന്നോ എനിക്കറിയില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, കേൾക്കുന്ന ഞങ്ങൾക്കും ഇതിനൊരു മറുപടി തരാൻ പറ്റില്ല. എവിടെ പോയി അവസാനിക്കും, എങ്ങനെ അവസാനിക്കുമെന്ന്. ഇതൊന്നും യാതൊരു മരുന്നുമില്ലാത്ത കാര്യമാണ്, പ്രതിവിധികളുമില്ല. ആത്മസംയമനം പാലിച്ച് അവനവൻ്റെ ബന്ധങ്ങളും കാര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ മനസ്സിലാക്കി വളരെ വിദഗ്ധമായി മുന്നോട്ട് പോയില്ലെങ്കിലേ അടപടലെ പ്രശ്നമാകുന്നൊരു കാര്യമാണിതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല.